ED ശ്രമിക്കുന്നത് ഈ CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം PA മുഹമ്മദ് റിയാസിലേക്ക് തിരിക്കാൻ എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. പാർട്ടിയെ കടന്നാക്രമിക്കാനാണ് ശ്രമം. ഇതിനെ പാർട്ടി ശക്തമായി പ്രതിരോധിക്കും. ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യത്തിൽ അന്വേഷണം നടത്തി വസ്തുതയുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതികരണം കേൾക്കും. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് CPIM-നെ കടന്നാക്രമിക്കാനാണ്. CPIM-ന്റെ നേതാക്കളുമായിട്ട് അടുത്തു ബന്ധമുള്ളവരെയെല്ലാം റെയ്ഡിൻ്റെ ഭാഗമായി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയാണ്. വലിയ രീതിയിലുള്ള കൊള്ള BJP-യും സംഘപരിവാർ വിഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൊന്നും കേരളത്തിലുൾപ്പെടെ നിലപാടുകൾ സ്വീകരിക്കാത്ത ED ഇപ്പോഴും പാർട്ടിക്കെതിരായിട്ട് ഇതുപോലുള്ള റെയ്ഡും അതുപോലുള്ള പരിപാടികളും സംഘടിപ്പിച്ച് പാർട്ടി വിരുദ്ധ ശക്തിയുടെ പട്ടികയിൽ ഒന്നാമത്തെ പേരായിട്ട് ED സ്ഥാനം നേടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ദേവൻ MP വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. ദേവൻ, ഇപ്പം CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ആ ഒരു ഫ്രെയിമിലേക്ക് PA മുഹമ്മദ് റിയാസിനെ, മുൻ മന്ത്രി MLA PA മുഹമ്മദ് റിയാസിനെ കൂടി എത്തിക്കാൻ ED നീക്കം നടത്തുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന നീക്കങ്ങളാണ് EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണോ CPIM? തീർച്ചയായും സേതു, CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ED സംസ്ഥാനത്ത് നടത്തുന്ന അന്വേഷണത്തിലും ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നടത്തുന്ന റെയ്ഡിലുമെല്ലാം തന്നെ CPIM വലിയ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു അന്വേഷണം അത് പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ ടിയിൽ നിന്നും അത് മുഹമ്മദ് റിയാസിലേക്ക് എത്തുന്നു. മാത്രമല്ല കോഴിക്കോട് മറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആളുകളുടെ സ്ഥാപനങ്ങളിലേക്കും അവരുടെ വീടുകളിലേക്കും എല്ലാം തന്നെ EDയുടെ അന്വേഷണം അല്ലെങ്കിൽ അവർ കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്ന് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടാണ് ഈ ഒരു ED അന്വേഷണം ഇനി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPIM തീരുമാനമെന്ന് കൂടി പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അന്വേഷണത്തെ ഒരു CPIM-ന്റെ പ്രതിരോധം തീർക്കുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ CPIM-നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തെ അങ്ങനെ തന്നെ നേരിടാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ ED നടത്തിയ റെയ്ഡിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത്തരം ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നതും. ഏതായാലും വരും ദിവസങ്ങളിലും ഈ ഒരു സാഹചര്യത്തിൽ EDയുടെ പരിശോധനയും ഒപ്പം തന്നെ ഈ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകളിലെല്ലാം തന്നെ അന്വേഷണം CPIM നേതാക്കളിലേക്കും അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്കും അന്വേഷണവും അതിന്റെ പരിശോധനയും എല്ലാം തന്നെ വ്യാപിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ തിരുവനന്തപുരത്ത് അന്ന് പ്രതിപക്ഷ നേതാവിന്റെ വീടുകളിലേക്ക് ഈ റെയ്ഡുകൾ നടന്ന സമയത്ത് അതിനെ പാർട്ടി പ്രതിരോധിച്ച രീതി നമ്മൾ കണ്ടതായിരുന്നു. അത്തരത്തിൽ ശക്തമായ ഒരു പ്രതിരോധം ഈ ഒരു അന്വേഷണത്തിന്റെ കാര്യത്തിൽ CPIM പ്രതിരോധിക്കും. അതിന് നിയമപരമായിട്ടുള്ള ഒരു സഹായം വേണമെങ്കിൽ ആ ഒരു നിയമസാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ നേരിടാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നതും. സേതു.